2 സൺഡേ രാവിലെ കഴിച്ചിട്ട് ആ ദിവസം ഞാൻ പിന്നെ പൊങ്ങിയിട്ടേ ഇല്ല. രാത്രി വരെ അതിൻ്റെ ഹാങ് ഓവർ നിൽക്കും. എന്നിട്ട് രാത്രിയിലും അതിൻ്റെ ഹാങ് ഓവറിൽ ഞാൻ കിടന്നുറങ്ങുകയാണ്. എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കുന്നൊന്നുമില്ല. ആകെപ്പാടെ ഞാൻ പെട്ട ഒരവസ്ഥ. പക്ഷെ അത് ഞാൻ തരണം ചെയ്തു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. മരുന്ന് അസുഖം മാറാനല്ലേ മാറും എന്നുള്ള വിശ്വാസത്തിൽ. പക്ഷേ പിന്നീട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ എവിടെ നോക്കിയാലും മുടിയാണ്. എനിക്ക് സാമാന്യം നീളമില്ലെങ്കിലും നല്ല ഉള്ളുള്ള കട്ടിയുള്ള മുടിയാണ്. ആ മുടി കുറയുന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഫുള്ളും മുടിയായി കിടക്കുകയാണ്. അപ്പോൾ ഇതെന്താ എന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ഇത് ചെയ്തു. അത് തന്നെയല്ല, ഞാൻ ഫുള്ള് കിടക്കുകയാണല്ലോ. അപ്പോൾ എൻ്റെ ബ്രദർ ഹോസ്പിറ്റൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, എടി ആ ഗുളിക നീ എന്താ കഴിക്കുന്നതെന്ന് നോക്കിക്കോ, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ടാബ്ലറ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അത് ആക്ച്വലി കീമോയുടെ ഗുളികയാണ്. അതാണ് ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ടെൻഷനായി. ഈ ഡിസീസിനെ കുറിച്ച് അതുവരെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഡോക്ടർ ഒരു പേര് പറഞ്ഞു, എനിക്കതാണ് മാറുമെന്ന് പറഞ്ഞു, സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാനിത് ഗൂഗിളിലും യൂട്യൂബിലും ഇതിൻ്റെ കുറേ വീഡിയോസ് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അതിഭയങ്കര പെയിനിലേട്ടാണ് നമ്മൾ കിടക്കുന്നത്. തന്നെയല്ല, ഇതിനൊരു ക്യൂറില്ല. അതുപോലെ തന്നെ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണെന്നൊക്കെ എനിക്കപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ ഇത് വരുന്നവരൊക്കെ ഒരു ബെഡ് റിഡൻ ആവും, അല്ലെങ്കിൽ മൊബിലിറ്റി നഷ്ടപ്പെടും എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് എനിക്ക് അങ്ങനെ കിട്ടി. ഒരുപാട് പേര് തകർന്നു. ആ വീഡിയോസിൻ്റെ ഒക്കെ താഴെ ഒരുപാട് കൊച്ചു പിള്ളേർ വരെ കമൻസ് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ലെന്നാണ്. പിന്നെ അപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, മരുന്ന് കഴിക്കൽ നിർത്തിയേക്ക്, നമുക്ക് വേറെ എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. ആളുടെ ഒരുപാട് സുഹൃത്തുക്കളുടെ അഡ്വൈസ് പ്രകാരം ഞങ്ങൾ പുഴവാതിക്കലൊരു ഡോക്ടറെ കാണാൻ പോയി. സിദ്ധവൈദ്യനാണ്. അപ്പോൾ ആ ഡോക്ടറെ കാണാൻ പോയി.